ഹായ് ഓൾ, വെൽക്കം ടു ടെക്നിക്കൽ എജ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ റിലേറ്റ് ചെയ്ത വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. HPCL എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞാൽ അതൊരു മഹാരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനിയാണല്ലോ. അപ്പോൾ നല്ല ഒരു കമ്പനി PSC തന്നെയാണ്. അപ്പം അവരെ വിളിച്ചേക്കുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇത് ജനുവരി 15 രാവിലെ 9 മണി തൊട്ടാണ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേറ്റ് വന്നുള്ളത് ഫെബ്രുവരി 14 രാത്രി വരെയാണ്. അപ്പം ഇതിലിപ്പം ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ ഡിപ്ലോമയാണ്. ഡിപ്ലോമ ബിടെക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലിപ്പോ ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ 30,000 തൊട്ട് 1,20,000 വരെ, ഏകദേശം 10,58,000 ആണ് CTC വരുന്നത്, കോസ്റ്റ് കമ്പനി വരുന്നത്. മെക്കാനിക്കൽ 130 വേക്കൻസി ഉണ്ട്. മാക്സിമം ഏജ് ലിമിറ്റ് 25 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഡിപ്ലോമക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അവിടെ കോമ്പറ്റീഷൻ കുറവാണ്. ബേസിക്കലി അവിടെ ഏജ് ലിമിറ്റ് അവിടെ കുറവായതുകൊണ്ട്. പിന്നെ 3 ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ. എക്സ്പീരിയൻസ് അവിടെ ആവശ്യമില്ല. ഇലക്ട്രിക്കൽ 65. പിന്നെ ഇൻസ്ട്രുമെന്റേഷൻ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻസ്ട്രുമെന്റേഷൻ 37 വേക്കൻസിയാണ് ഉള്ളത്. 3 ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്. ഇൻസ്ട്രുമെന്റേഷൻകാരൊക്കെ പൊതുവെ കുറവാണല്ലോ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പിന്നെ കെമിക്കൽ ഉണ്ട്. ആഹ് 2 വേക്കൻസിയാണ് കെമിക്കലിന്റെ കേസിലുള്ളത്. 3 ഇയേഴ്സ് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പൊ ഡിപ്ലോമ എഞ്ചിനീയറിംഗിന്റെ കേസിൽ എലിജിബിൾ ഡിപ്ലോമ ഏതൊക്കെയാണെന്ന് എല്ലാവരും നോക്കാം. ഇൻസ്ട്രുമെന്റേഷന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ, ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുന്ന അപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗ്, അതേപോലെ കെമിക്കൽ ടെക്നോളജീസും. പിന്നെ ഇതിലെ ഓൾ പൊസിഷൻ കേസിൽ മിനിമം മാർക്സ് ക്വാളിഫൈങ് ഡിപ്ലോമയിൽ മിനിമം മാർക്ക് വന്നിട്ട് മിനിമം 60% മാർക്ക് വേണം. അൺറിസർവ്ഡ് OBC നോൺ ക്രിമിനൽ EWSന്റെ കേസ് 50% മതി. SC ST PWD കാൻഡിഡേറ്റ്സിന്റെ കേസിൽ. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, CBT ഉണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, സ്കിൽ ടെസ്റ്റ് ഉണ്ട്, പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സെലക്ഷൻ പ്രോസസ്. ഈ CBTന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് കൺസിസ്റ്റിംഗ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിംഗ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. പിന്നെ സ്വാഭാവികമായിട്ടും ടെക്നിക്കൽ നോളജും കൂടി വരുന്നുണ്ടാവും. ടെക്നിക്കൽ നിങ്ങളെ കൺസേൺഡ് ഇപ്പം കെമിക്കൽ ആണെങ്കിൽ കെമിക്കൽ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കലിനെ റിലേറ്റ് ചെയ്ത ഡിപ്ലോമ പഠിച്ചതിന് ബേസ് ആയിട്ടുള്ള ടെക്നിക്കൽ നോളജ്, പ്രൊഫഷണൽ നോളജ് പിന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. പിന്നെ പറഞ്ഞു നമ്മൾ ആ ഒരു പ്രോസസ്സ് പറഞ്ഞല്ലേ, CBT കഴിഞ്ഞ് ഗ്രൂപ്പ് ഡിസ്കഷൻ, പേഴ്സണൽ ഇന്റർവ്യൂ എന്ന രീതിയിൽ. അത് എത്ര റേഷ്യോ എന്ന രീതിയിൽ പറഞ്ഞില്ല. മോസ്റ്റ്ലി അത് 1:5 തന്നെ ആയിരിക്കാനാണ് സാധ്യത. പേഴ്സണൽ ഇന്റർവ്യൂവിന് 1:5 എന്നുള്ള റേഷ്യോയിലായിരിക്കും വിളിക്കുന്നുണ്ടാവുക. പേ സ്കെയിൽ വന്നിട്ട് 30,000 തൊട്ട് 1,20,000 വരെയാണ്. കോസ്റ്റ് കമ്പനി അപ്രോക്സിമേറ്റ് പറഞ്ഞ് 10.58 lakh per annum ആണ് വരുന്നുണ്ടാവുക. പിന്നെ പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പോസ്റ്റിംഗ് എവിടെ വേണമെങ്കിലും ആവാം. ഓക്കെ, അത് എവിടെയാണെന്ന് എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞില്ല. എനി പ്ലേസ് ഇൻ ദ കൺട്രി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പ്രൊബേഷൻ പീരീഡ് ഉണ്ട്, 1 ഇയർ ആണ് പ്രൊബേഷൻ ഉണ്ടാവുക. ഓക്കെ. പിന്നെ റിട്ടൻഷൻ എമൗണ്ട് ആയിട്ട് ഒരു മാസം 5,000 എന്നുള്ള രീതിയിൽ അവരെന്താ റിട്ടൻഷൻ എമൗണ്ട് എന്ന രീതിയിൽ പിടിക്കുന്നുണ്ടാവും. അതും അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടോട്ടൽ 234 വേക്കൻസി ഉള്ളത്. അതിന്റെ സ്പ്ലിറ്റപ്പ് ആണ്. അൺറിസർവ്ഡ് 96, EWS 23, OBC 63, ST 17, SC 35. പിന്നെ SC ST കാൻഡിഡേറ്റ്സിൽ 5 വർഷം, OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സിൽ 3 വർഷം, അതേപോലെ PWBD കാൻഡിഡേറ്റ്സിൽ 10 വർഷം അവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അപ്ലിക്കേഷൻ പ്രോസസ് പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു. അതുപോലെ ഫീസും കാര്യങ്ങളുമാണ്. 1000 സംതിങ് ആണ് ഫീസ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്ലിക്കേഷൻ ഫീ. SC ST PWBD കാൻഡിഡേറ്റ്സിന് എന്താ അപ്ലിക്കേഷൻ ഫീ ഇല്ല. ബാക്കി അൺറിസർവ്ഡ് OBC NCL EWS കാൻഡിഡേറ്റ്സിന് എന്താ 1000 രൂപയും 150 GST ആയിട്ട് 1,150 രൂപ എന്താ നിങ്ങൾക്ക് അവിടെ റീഫണ്ടബിൾ എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അടക്കേണ്ടി വരും, ഫീ ആയിട്ട് അടക്കേണ്ടി വരും. അതേപോലെ ഫുൾ ടൈം റെഗുലർ കോഴ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം ഡിപ്ലോമ, അല്ലാതെ പാർട്ട് ടൈം ആയിട്ട് പഠിച്ചവർക്കൊന്നും എന്താ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ. പിന്നെ ഹയർ ക്വാളിഫിക്കേഷൻ കാര്യം പറയുന്നുണ്ട്, നോക്കാം. ഓക്കെ, ഹയർ ക്വാളിഫിക്കേഷൻ കാര്യം അതാ കാൻഡിഡേറ്റ്സ് പൊസസിംഗ് ഹയർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ സച്ചസ് BA BTech ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ. അതായത് ഡിപ്ലോമക്കാർക്ക് മാത്രമേ വേണ്ടി പറ്റുന്നുള്ളൂ. ഡിപ്ലോമക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം വെച്ചാൽ അവിടെ BTech ആരും ഉണ്ടാവില്ല, ഡിപ്ലോമക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡിപ്ലോമക്കാർക്ക് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇതുള്ളത് കേട്ടോ. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ BTech എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലാതെ ഡയറക്റ്റ് BTech എടുത്തവർക്ക് മാത്രമാണ് എന്താ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ, അതുകൊണ്ട് കോമ്പറ്റീഷൻ കുറവാണ്, BTech ആരൊന്നും ഉണ്ടാവില്ല.
നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുപോലെ ഏജ് ലിമിറ്റ് 25 വയസ്സാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ കോമ്പറ്റീഷൻ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. എക്സാം മന്ത് മിക്കവാറും ഏപ്രിൽ മെയ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇനിയും നിങ്ങൾക്ക് അവിടെ സമയമുണ്ട്. അപ്പോ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുക. അതേപോലെ എക്സാം പാറ്റേൺ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ ടെക്നിക്കൽ പ്രൊഫഷണൽ നോളജും ഉണ്ട്. മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ ഡിപ്ലോമേനെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇൻസ്ട്രുമെന്റേഷൻ ആണെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ഡിപ്ലോമേനെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. കെമിക്കൽ ആണെങ്കിൽ കെമിക്കലിനെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അത് നിങ്ങൾ പഠിക്കേണ്ട കാര്യം 60% മാർക്ക് വേണം. OBC, NC, EWS, അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് ഡിപ്ലോമക്ക് വേണം. അതേപോലെ SST, PWD കാൻഡിഡേറ്റ്സിന്റെ ആണെങ്കിൽ 50% മാർക്ക് അവിടെ ആവശ്യമായിട്ടുള്ളൂ. അപ്പൊ HPSL നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇനി അടുത്ത കാലത്തൊന്നും ഇതേപോലെ വിളിക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയാനും പറ്റില്ല. സ്വതവേ അവർ വിളിക്കുമ്പോഴൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കാറുണ്ട്, പക്ഷെ ഇവിടെ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പൊ എല്ലാവരും അപ്ലൈ ആയിട്ട് ശ്രമിക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.